മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഉൾപ്പെടെയുള്ളവർ പി ദിവ്യയെ സംരക്ഷിക്കാൻ പോലീസ് അന്വേഷണം അട്ടിമറിച്ചതിനാലാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നതെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP ആരോപിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ പിണറായി സർക്കാരിനാകില്ലെന്നും പി ദിവ്യയുടെ സംരക്ഷണം ഏറ്റെടുത്ത CPM നവീൻ ബാബുവിന്റെ കുടുംബത്തെ വഞ്ചിക്കുകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു. പി ദിവ്യയുടെ കാര്യത്തിൽ CPMന് അസാധാരണമായ കരുതലാണ്. ADMന്റെ മരണത്തിലെ ഉത്തരവാദികളെ കണ്ടെത്തുന്നതിന് പകരം പി ദിവ്യയുടെ വാദമേറ്റെടുത്ത് ആത്മഹത്യ ചെയ്ത ADMനെ കൈക്കൂലിക്കാരനെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പി ദിവ്യക്കെതിരെ സംഘടനാപരമായ ചില നടപടിയെടുത്തെങ്കിലും അവർക്ക് നിയമപരമായ എല്ലാ പരിരക്ഷയും CPMും ആഭ്യന്തര വകുപ്പും ഉറപ്പാക്കിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ജയിൽ മോചിതയായ പി ദിവ്യയെ സ്വീകരിക്കാൻ അയച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതാണ് ഇരകളോടും അവരുടെ കുടുംബത്തോടുമുള്ള CPMന്റെ സമീപനം. ഇരട്ട നീതിയോ മുഖവുമാണ് CPMന്. വിശ്വാസവഞ്ചനയാണ് CPMന്റെ പ്രഖ്യാപിത നയവും അജണ്ടയുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ADMന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നത് CPMലെ കണ്ണൂർ ലോബിയാണ്. കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് അതിന് തെളിവാണെന്നും ADMനെതിരെ വ്യാജ പരാതി തയ്യാറാക്കിയതിൽ ഉൾപ്പെടെ കണ്ണൂരിലെ CPM ലോബിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും നവീൻ ബാബുവിനെതിരെ വ്യാജ കോഴാരോപണം ഉന്നയിച്ച CPMകാരനായ TV പ്രശാന്തിനെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കാത്തതും ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സിലേക്കും അന്വേഷണം നീളാത്തതും അതിനാലാണെന്നും പി ദിവ്യക്ക് രക്ഷപ്പെടാൻ പഴുതു നൽകുന്ന വിധം മൊഴി നൽകിയ ജില്ലാ കളക്ടറും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി. പണം ഞങ്ങൾ തരും. ADMന്റെ ആത്മഹത്യക്ക് ശേഷം ദുരൂഹമായ ഇടപെടലുകളാണ് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ളത്. ബന്ധുക്കളുടെ അസാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടത്തിയതും പി ദിവ്യക്ക് 2 ആഴ്ചയോളം ഒളിവിൽ കഴിയാൻ പോലീസ് അവസരം നൽകിയതുമെല്ലാം പ്രതിയെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അന്വേഷണ സംഘത്തെ നയിച്ചത് ഏകപക്ഷീയമാണ്. CPM നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവർ അന്വേഷണ സംഘത്തിലുണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മാത്രമല്ല CPM നേതാക്കൾക്ക് പോലും വിശ്വാസമില്ല. ഇതിന് ഉദാഹരണമാണ് CPM നേതാവ് മലയാലപ്പുഴ മോഹനന്റെ പ്രതികരണം. നീതിക്കായുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്നും കെ സുധാകരൻ പറഞ്ഞു.